വീട്ടിൽ പപ്പായ ഉണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ചായക്കടിക്കൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മസ്റ്റായിട്ടും കാണാം. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയ പപ്പായാണ്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതാ ഇതുപോലൊന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ലോണം കനം കുറഞ്ഞിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ അതിലേക്ക് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു വലിയ ഉള്ളിയും അതും കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എരിവിനായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കോഴിമുട്ടയും കൂടി അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. അതുപോലെ തന്നെ കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 3-4 ടേബിൾ സ്പൂൺ മൈദാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് നുള്ളി മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി വേണ്ടത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ ഒരു പപ്പായിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നോളും. അതുകൊണ്ട് തന്നെ വേറെ എക്സ്ട്രാ വെള്ളം ഒഴിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ തന്നെ ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ ഓട്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഓട്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഇതുപോലെ അങ്ങ് കുഴച്ചെടുക്കുക. കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാനായിട്ട് നോക്കാം. ഇനിയൊരു മാവ് കുഴച്ചതിന് ശേഷം ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ശേഷം നമുക്കിത് ഓയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അതിലേക്കുള്ള മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതിവിടെ ഓയിൽ നല്ലോണം ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എങ്കിൽ മാത്രമേ നല്ലതുപോലെ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ നമുക്ക്. എന്നിട്ട് ഏകദേശം ഇങ്ങനെ കുക്കായി വന്നാൽ ഇങ്ങനെ ഫ്രൈ ആയി വന്നാൽ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളറായി വരുന്നവരെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. നിങ്ങൾക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ കയ്യിൽ പരത്തിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നുള്ളിയിട്ടെടുത്തിട്ടൊക്കെ ഫ്രൈ ആക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ഇതുപോലെ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നുള്ളിയിട്ടെടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ പപ്പായ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു തവണ ഇതുപോലെ തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കൂടുതലൊന്ന് ഓപ്ഷനും കൂടിയും കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്